ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിത്തേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിത്തേ. മായേ മംഗള ശീലേ ജയ ജയ തായേ സുന്ദരി സുന്ദരേ മായേ. ഒരിക്കൽ കൂടി എല്ലാവരോടും നിങ്ങളുടെ കലാപരമായ കലാസമ്പന്നമായ മനസ്സുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാടകം കാണുവാൻ വ്യഗ്രത പിടിച്ചിരിക്കുന്ന നിങ്ങളെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഒരിക്കൽ കൂടി സംഘാടകരോടും ഗോപാലപേട്ട പ്രദേശവാസികളോടും മുഴുവൻ ഈ സംഗീത പരമ്പരയെ കാലങ്ങളായി സൂക്ഷിച്ചു വന്ന ആചാര്യന്മാർക്ക് വേണ്ടി പ്രണമിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപരചന്ദ്രികാ ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ? പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ? ക്രൂരനിഷാദശരം കൊണ്ടു നീ പൈക്കളും എവിടെ? ക്രൂരനിഷാദ ശരം കൊണ്ടു
ഇരിക്കുന്ന ബഹുമാന്യരെ ഭക്തജനങ്ങൾ, നമ്മുടെ പള്ളിയറയിൽ ഒരു മണ്ഡല മഹോത്സവം കൂടി ആഘോഷിക്കുകയാണ്. ക്രിസ്തുമസും കൂടി ചേരുമ്പോൾ ഇത് ദേശീയോത്സവമായി മതമൈത്രിയുടെ, കൂട്ടായ്മയുടെ, സാഹോദര്യത്തിന്റെ ഉണർത്തുപാട്ടായി മാറുന്നു. നാടും നാട്ടാരും സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ കുട്ടിക്കാലത്തെ പല ഗുരുക്കന്മാരും ഞാൻ ഓർക്കുന്നു. അച്ചുഗുരുക്കളും കറുപ്പന ഗുരുക്കളും നാരായണ ഗുരുക്കളും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പകിട്ടേറ്റിയവരാണ്. പി സി ഉണ്ണിയേട്ടനും കണ്ണേട്ടനും ടി വി അച്ചുവേട്ടന്റെ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ യശസ്സും അന്തസ്സും ഉയർത്തി. എന്റെ അച്ഛനെ ചെണ്ടക്കൊട്ട് ഇപ്പോഴും ഞാൻ കേൾക്കുന്നു. വളരെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഞങ്ങൾ ചിലതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. പോരായ്മകൾ പുറത്ത് ഞങ്ങളോട് ക്ഷമിക്കണം. അധികം ആൾക്കാർക്കും ഞാൻ അപരിചിതനാണ്. എങ്കിലും നിങ്ങൾ എന്നെ സ്നേഹത്തോടെ. പ്രിയമുള്ള മനുഷ്യ സ്നേഹികളെ, നിങ്ങളെ ഭക്തജനങ്ങളെ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം അങ്ങനെ സംബോധന ചെയ്യാനാണ്. കാരണം ഭരണസമിതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കുറെ കെട്ടിടങ്ങൾ കെട്ടുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നിർമ്മിതികൾക്കോ അല്ല, മറിച്ച് ആത്മീയമായ സൃഷ്ടിന്മുഖമായിട്ടുള്ള മാനവ സേവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആദരവ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ദേവാലയങ്ങൾ ദേവനെ മാത്രം പരിചരിക്കുക എന്നൊരു മനോഭാവത്തോടു കൂടി എത്ര വരുമാനമുണ്ടായാലും ആ ക്ഷേത്രത്തിലൊരു ജീവനക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിൽ പോലും സഹായിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ദേവാലയങ്ങളിലെ ഭക്തജനങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ധനവും സമയവും ആരോഗ്യവും വസ്തുക്കളും ഒക്കെ തന്നെ അവിടുത്തെ പ്രാദേശിക സമൂഹത്തിന്റെ ഉന്നതിക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കാത്തൊരു ദുരവസ്ഥയാണ് കേരളത്തിലെ ദേവാലയങ്ങളെ സംബന്ധിച്ച് ഇന്ന്. കെ സോമസുന്ദരം. ശ്രീ കളിക്കടവ് വീട്ടിൽ വാമന.